ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത 67ാമത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അത് ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആയിരുന്നു എടുത്തത്. 5ാമത്തെ ചാപ്റ്ററായ മൂലകങ്ങളും സംയുക്തങ്ങളും എന്നുള്ള ചാപ്റ്ററാണ്. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ ഒരു ടേബിളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഓരോ മൂലകത്തിലും എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നിയോണിൻ്റെയും അതുപോലെ ക്ലോറിൻ്റെ ഒക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലോറിനിൽ എത്രയാണ്? 2 ആറ്റങ്ങളാണ് ഉള്ളത്. അതുപോലെ എന്താണ്? ഫോസ്ഫറസിൽ 4 ആറ്റങ്ങളാണ്. അതുപോലെ ഇനി എന്താണ് കൊടുത്തിട്ടുള്ളത്? സൾഫറിൽ 8 ആറ്റങ്ങളാണുള്ളത്. അതുപോലെ നിയോണിൽ എത്രയാണ്? നിയോണിൽ 1 ആറ്റം മാത്രമാണുള്ളത്. അപ്പോൾ ഒരു ആറ്റം മാത്രമുള്ള മൂലകമാണ് എന്ത്? ഏകാറ്റോമിക മൂലകം എന്ന് പറയുന്നത് കേട്ടോ. ഒരു തന്മാത്രയിൽ ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളാണ് ഏകാറ്റോമിക മൂലകങ്ങൾ. ഇനി ദ്വയാറ്റോമിക മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തന്മാത്രയിൽ അതായത് 2 ആറ്റങ്ങളുള്ളതാണ് എന്ത്? ദ്വയാറ്റോമിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ 2ൽ കൂടുതലുള്ളതിനാണ് ബഹു ആറ്റോമിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. 2ൽ കൂടുതൽ ആറ്റങ്ങൾ, അതായത് ഒരു തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് ബഹു ആറ്റോമിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി തന്മാത്രാ രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. തന്മാത്രാ രാസസൂത്രം എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയാണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നിയോണിന്റെ N മാത്രമാണല്ലേ തന്നിട്ടുള്ളത്. അതാണ് അതിന്റെ തന്മാത്രാ രാസസൂത്രം. അതെന്താണ്? ഒരു തന്മാത്രയാട്ടോ സൂചിപ്പിക്കുന്നത്. 2 നിയോൺ തന്മാത്ര ഉണ്ടായിരുന്നെങ്കിലോ ഇവിടെ 2Ne എന്നാണ് വരുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് മൂലകങ്ങളുടെ രാസസൂത്രം. ഏകാറ്റോമിക മൂലകങ്ങളിൽ പ്രതീകം തന്നെയാണ് രാസസൂത്രമായി പരിഗണിക്കുന്നത്. ഏകാറ്റോമിക മൂലകങ്ങൾ നമുക്കറിയാം എന്താണ്? ആ ഒരു പ്രതീകമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ പ്രതീകം തന്നെയാണ് രാസസൂത്രമായി പരിഗണിക്കുന്നത്. ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതിയ സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെ എണ്ണവും. അതായത് ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതിയ സംഖ്യ എന്താണ്? തന്മാത്രകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയായിരിക്കും എന്ത്? ആറ്റങ്ങളുടെ എണ്ണവും. 2He എന്ന് കൊടുത്താൽ എന്താണ്? 2 ഹീലിയം ആറ്റങ്ങളും അതുപോലെ 2 ഹീലിയം തന്മാത്രകളും ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് 3Ne എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 നിയോൺ ആറ്റങ്ങളും അതുപോലെ 3 നിയോൺ തന്മാത്രകളും ഉണ്ടാവും. അപ്പോൾ ഒരു മൂലകത്തിന്റെ പ്രതീകത്തിന്റെ ഇടതുവശത്തിരിക്കുന്ന സംഖ്യയാണ് എന്ത്? തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് ആറ്റോമികത അല്ലെങ്കിൽ ആറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ദ്വയാറ്റോമിക ബഹു ആറ്റോമിക മൂലകങ്ങളിൽ പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായി ആറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിന്റെ ഇടതുവശത്തായും എഴുതുന്നു. അപ്പം എന്താണ്? ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എന്താണ്? ആറ്റോമികത എന്ന് പറയുന്നത് എന്താണ്? ആറ്റങ്ങളുടെ എണ്ണമാണ് കേട്ടോ. ദ്വയാറ്റോമിക ബഹു ആറ്റോമിക മൂലകങ്ങളിലൊക്കെ എന്താണ്? പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായിട്ട് ആറ്റോമികത എഴുതിയാൽ എന്താണ്? അവയുടെ രാസസൂത്രം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏകാറ്റോമിക മൂലകത്തിലാണല്ലേ നേരത്തെ പറഞ്ഞത്. ഇനി ദ്വയാറ്റോമിക മൂലകത്തിലും അതുപോലെ ബഹു ആറ്റോമിക മൂലകങ്ങളിലൊക്കെ എന്താണ്? പ്രതീകത്തിൻ്റെ വലതുഭാഗത്ത് താഴെയായിട്ട് ആറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കുന്നുണ്ട്. ഇനി തന്മാത്രകളുടെ ആകെ എണ്ണം അറിയാൻ എന്താണ്? രാസസൂത്രത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് തന്മാത്രകളുടെ ആകെ എണ്ണം എഴുതുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആറ്റോമികത എന്ന് പറഞ്ഞാൽ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് ആറ്റോമികത. ഇനി ദ്വയാറ്റോമിക മൂലകങ്ങളിലും ബഹു ആറ്റോമിക മൂലകങ്ങളിലൊക്കെ എന്താണ്? പ്രതീകത്തിൻ്റെ വലതുഭാഗത്ത് താഴെയായി ആറ്റോമികത എഴുതിയാൽ എന്താണ്? അവയുടെ രാസസൂത്രം ലഭിക്കും. അതുപോലെ തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് എഴുതുന്നുണ്ട്. ഇനി മൂലകങ്ങളുടെ രാസസൂത്രത്തിൽ നിന്നും തന്മാത്രകളുടെയും അവയിൽ അടങ്ങിയ ആറ്റങ്ങളുടെയും എണ്ണം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3O2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 3 ഓക്സിജൻ തന്മാത്രകളുണ്ട് അല്ലേ. ഇടതുവശത്തായിട്ട് കൊടുത്തിട്ടുള്ളതാണല്ലോ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത്. അവിടെ 3 ആണല്ലേ കാണാൻ കഴിയുന്നത്. അപ്പോൾ 3O2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഓക്സിജൻ തന്മാത്രകളുണ്ടെന്ന്. എന്നാൽ അവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അവിടെ കൊടുത്തിട്ടുള്ളത് O2 എന്നാണല്ലേ. അതായത് ഒരു ഓക്സിജൻ തന്മാത്രയിൽ 2 ആറ്റങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇവിടെ 3 ഓക്സിജൻ തന്മാത്രകളുണ്ട് അല്ലേ. അപ്പോൾ 3 × 2 = 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? 5Cl2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 5 ക്ലോറിൻ തന്മാത്രകളുണ്ട്. എന്നാൽ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? Cl2 ആണല്ലോ തന്നിട്ടുള്ളത്. ഒരു ക്ലോറിൻ തന്മാത്രയിൽ 2 ആറ്റങ്ങളുണ്ട്. അപ്പോൾ 5 ക്ലോറിൻ തന്മാത്രയിൽ എത്ര ഉണ്ട്? 5 × 2 = 10 ക്ലോറിൻ ആറ്റങ്ങളുണ്ട്. ഇനി ചുവടെ നൽകിയിരിക്കുന്നവയിലെ തന്മാത്രകളുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഈ ഒരു ടേബിളിൽ ആദ്യം കൊടുത്തത് H2 എന്നാണ്. ഒരു ഹൈഡ്രജൻ തന്മാത്രയുണ്ട് എന്നാണ് അല്ലേ. H2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ എന്താണ് രാസസൂത്രമാണ് എന്ത് H2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എത്ര വരുന്നത്? ഒരു ഹൈഡ്രജൻ തന്മാത്രയാണ് അവിടെ ഉള്ളത്. എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? ഒരു ഹൈഡ്രജൻ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. H2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 എന്ന് പറയുന്നത് കേട്ടോ ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ അവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് ഒരു ഹൈഡ്രജൻ തന്മാത്രയും. അപ്പോൾ 1 × 2 = 2, 2 ആറ്റങ്ങളുണ്ടെന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ 5O2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്രയാണ് തന്മാത്രകളുടെ എണ്ണം? നമുക്ക് ഇടതുവശത്തായിട്ട് ഏതാ തന്നത്? 5 ആണ് അല്ലേ. അപ്പോൾ 5 ഓക്സിജൻ തന്മാത്രകളാണുള്ളത്. അപ്പോൾ അവിടെ ആകെ ആറ്റങ്ങൾ എത്ര എണ്ണമായിരിക്കും? ഒരു ഓക്സിജൻ തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. O2 എന്നാണല്ലേ പറയൽ. അപ്പോൾ 5O2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 × 2 = 10 ആറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ 6N2 എന്ന് കൊടുത്തിട്ടുണ്ട്. 6 നൈട്രജൻ തന്മാത്ര ആണുള്ളത്. അപ്പോൾ എന്താണ് എത്ര ആറ്റങ്ങളുണ്ട്? 6 × 2 = എത്രയാണ്? 12 ആറ്റങ്ങളാണുള്ളത്. അതുപോലെ 4 ക്ലോറിൻ ആറ്റങ്ങൾ 4Cl2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്മാത്രകളുടെ എണ്ണം 4 ആണ്. ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 × 2 = 8 ആറ്റങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ സൾഫർ S8 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു സൾഫർ തന്മാത്രയാണുള്ളത്. എത്ര ആറ്റങ്ങളുണ്ട്? 8 ആറ്റങ്ങളുമാണ് അവിടെ ഉള്ളത്. അടുത്ത ഹെഡിംഗ് ആണ് സംയുക്തങ്ങളുടെ രാസസൂത്രം. ഇവിടെ ജലം, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് സംയുക്തം എടുക്കുകയാണെങ്കിൽ ഇവയിൽ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും പ്രതീകങ്ങൾ എഴുതിയാൽ എങ്ങനെ വരിക? ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും അതുപോലെ ഒരു ക്ലോറിൻ ആറ്റവും അല്ലേ ഉണ്ടാവുക. അപ്പോൾ HCl എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഇതുപോലെ എന്താണ് ഒരു ജലത്തിൻ്റെ ഒരു തന്മാത്ര എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? H2O എന്നാണ് അല്ലേ. H2O എന്ന് പറയുന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉണ്ടാവും, ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ടാവും. ഇതുപോലെ നമുക്കിനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. സംയുക്തം നൈട്രിക് ഓക്സൈഡ് തന്നിട്ടുണ്ട്. നൈട്രിക് ഓക്സൈഡിൽ ഏതൊക്കെ മൂലകങ്ങളാണുള്ളത്? നൈട്രജനും ഓക്സിജനും ആണല്ലേ ഉള്ളത്. അതിന് നൈട്രജൻ്റെ പ്രതീകം N ആണ്. അതുപോലെ ഓക്സിജൻ്റെ പ്രതീകം എന്താണ്? O ആണ് കേട്ടോ. അപ്പോൾ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? നൈട്രിക് ഓക്സൈഡ് എന്താണ് രാസസൂത്രം? NO എന്നാണ് രാസസൂത്രം. അപ്പം നമുക്ക് ഇത് കണ്ടാൽ അറിയാം. നൈട്രജനും ഓക്സിജനും, ഒരു നൈട്രജൻ ആറ്റവും അതുപോലെ ഒരു ഓക്സിജൻ ആറ്റമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അമോണിയയിൽ ഏതൊക്കെ മൂലകങ്ങളാണുള്ളത്? നൈട്രജനും ഹൈഡ്രജനും ആണ് കേട്ടോ അമോണിയയിലുള്ളത്. NH, അതായത് നൈട്രജന് N എന്ന് ഡിനോട്ട് ചെയ്യും, അതുപോലെ ഹൈഡ്രജന് H എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രാസസൂത്രം എന്താണ്? NH3 ആട്ടോ. NH3 ആണ് അമോണിയയുടെ രാസസൂത്രം. NH3 ആണ്. അപ്പോൾ അവിടെ ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാണ്? NH3 എന്നാണല്ലോ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു നൈട്രജൻ ആറ്റവും അതുപോലെ 3 ഹൈഡ്രജൻ ആറ്റവും ആണുള്ളത്. രാസസൂത്രം NH3 ആണ് വരുന്നത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതൊക്കെ മൂലകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? കാർബണും ഓക്സിജനും ആണ് കേട്ടോ. അപ്പോൾ കാർബണിൻ്റെ പ്രതീകം എന്താണ്? C എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഓക്സിജൻ്റെത് O എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ ഏതൊക്കെയാണ്? രാസസൂത്രം CO2 എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു കാർബൺ ആറ്റവും അതുപോലെ 2 ഓക്സിജൻ ആറ്റവുമാണ് ഇവിടെ വരുന്നത്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിൽ ഏതൊക്കെ മൂലകങ്ങളാണുള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എന്താണ് ഇതിൻ്റെ രാസസൂത്രം? എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ? H2SO4 ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രതീകം എന്താണ്? H ആണ്. അതുപോലെ സൾഫറിൻ്റെത് S ആണ്, ഓക്സിജൻ്റെത് O ആണ്. ഇവിടെ എന്താണ് ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ, അതുപോലെ സൾഫറിൻ്റെ 1 ആറ്റാണുള്ളത്, അതുപോലെ ഓക്സിജൻ്റെ 4 ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ രാസസൂത്രം എന്താണ്? H2SO4 ആണ് കേട്ടോ. അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡിൽ ഏതൊക്കെ മൂലകങ്ങളാണുള്ളത്? കാർബണും ക്ലോറിനും ആണുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് രണ്ടിൻ്റെ പ്രതീകം എന്താണ്? കാർബണിൻ്റെത് C ആണ്, ക്ലോറിൻ്റെത് Cl ആണ് അല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. Cയും Cl ആണ്. കാർബൺ C, ക്ലോറിൻ Cl. ഇനി എന്താണ് തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാണ്? ഇത് കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് അല്ലേ. അതിൻ്റെ രാസസൂത്രം എന്തായിരുന്നു? CCl4 എന്നാണ്. CCl4 എന്നാണ്. CCl4. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഒരു കാർബൺ ആറ്റവും അതുപോലെ 4 ക്ലോറിൻ ആറ്റങ്ങളുമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഒരു കാർബൺ ആറ്റവും 4 ക്ലോറിൻ ആറ്റങ്ങളുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടേബിൾ പറഞ്ഞിട്ടുള്ളത്.
ഇനി ഒരു സംയുക്തത്തിൽ അടങ്ങിയ മൂലക ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലക ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. അതായത് 3CO2-ൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 3 തന്മാത്രകളാണുള്ളത് അല്ലേ? 3CO2, 3 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളാണുള്ളത്. അപ്പോൾ 3CO2 എന്ന് വന്നിട്ട്, അപ്പോൾ തന്മാത്രകളുടെ എണ്ണം 3 ആണ്. അതുപോലെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് നോക്കാം. അവിടെ എന്താണ്, 3 തന്മാത്രയിൽ ഒരു കാർബൺ ആണുള്ളത് അല്ലേ? അപ്പോൾ 3 × 1 = 3 ആറ്റങ്ങളാണുള്ളത്. അതുപോലെ ഓക്സിജൻ എത്രയാണ്? O2 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 3 തന്മാത്രകളാണ് തന്നിട്ടുള്ളത്. 3 × 2 = 6 ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 6 + 3 = 9. 9 ആറ്റങ്ങളാണ് 3CO2-ൽ അടങ്ങിയിട്ടുള്ളത്. 9 ആറ്റങ്ങളാണ് കേട്ടോ. ഇനി ഇവിടെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. 2HCl കൊടുത്തിട്ടുണ്ട്. തന്മാത്രകൾ 2 എന്താണ് ഹൈഡ്രോക്ലോറിക് തന്മാത്രകളാണുള്ളത്. അപ്പോൾ ആറ്റങ്ങൾ ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? ഹൈഡ്രജൻ്റേത് എന്താണ് 2 × 1 = 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലോറിൻ്റെത് എത്രയാണ്? 2. ക്ലോറിൻ്റെത് ഒരു തന്മാത്രയിൽ ഒരാറ്റാണുള്ളത്. അപ്പോൾ 2 തന്മാത്രയിൽ 2 × 1 = 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തത് 4SO2 സംയുക്തം കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്മാത്രകളുടെ എണ്ണം 4 ആണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കും? അപ്പോൾ സൾഫർ ആറ്റങ്ങൾ എന്താണ്, ഒരു തന്മാത്രയിൽ ഒരു സൾഫർ ആണല്ലോ അല്ലേ? S മാത്രമാണുള്ളത്. അപ്പോൾ 4 × 1 = എന്താണ്, 4 കിട്ടൂല്ലേ? എന്നാൽ 2 ഓക്സിജൻ തന്മാത്രകളുണ്ട്. ഓക്സിജൻ്റെ ആറ്റങ്ങൾ എത്രയാണ്? 4 × 2 = 8 കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ്? 8 + 4 = എന്താണ്, 12 ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അടുത്തത് 3C2H5OH എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്മാത്രകളുടെ എണ്ണം 3 ആണ്. എന്നാൽ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ആറ്റങ്ങളുടെ എണ്ണം 6 കാർബൺ ആറ്റങ്ങളും അതുപോലെ 18 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അതുപോലെ ഓക്സിജൻ 3 ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ 28 ആറ്റങ്ങളാണുള്ളത്. അടുത്തത് എന്താണ്? 2C6H12O6 ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്മാത്രകളുടെ എണ്ണം 2 ആണ് അല്ലേ? എന്നാൽ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഇവിടെ 12 കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ ആറ്റങ്ങൾ എത്രയാണ്? 24 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അതുപോലെ എന്താണ്, ഓക്സിജൻ ആറ്റങ്ങളും 12 എണ്ണമാണ്. ടോട്ടൽ 48 ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അടുത്ത ഹെഡിംഗ് ആണ് രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഇക്വേഷൻസ്. കാർബൺ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏവാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായിരുന്നു അഭികാരകങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മൂലകങ്ങളാണല്ലേ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാർബണും ഓക്സിജനുമാണ്. ഉണ്ടാവുന്ന ഉൽപ്പന്നം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? അപ്പോൾ അഭികാരകങ്ങളെ രാസസൂത്രം ഉപയോഗിച്ച് എങ്ങനെ എഴുതാന്ന് ചോദിച്ചിട്ടുണ്ട്. അഭികാരകങ്ങൾ ഏതാണ്? കാർബണും ഓക്സിജനും ആണ് അല്ലേ? അപ്പോൾ C+O2 എന്ന് വരും. C+O2. അതുപോലെ ഉൽപ്പന്നം ഉണ്ടാവുന്നത് ഏതാണ്? CO2 ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ ഒരു രാസപ്രവർത്തനത്തെ C+O2 CO2 എന്ന് സൂചിപ്പിക്കാം. അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നതിനായി അവയുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ രാസസൂത്രങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ എന്താണ്, അവയുടെ പ്രതീകങ്ങൾ അല്ലെങ്കിൽ രാസസൂത്രങ്ങൾ ഉപയോഗിക്കുന്നു. കാൽസ്യം കാർബണേറ്റ് അതായത് CaCO3 വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. ഈ രാസപ്രവർത്തനത്തെ എങ്ങനെ സൂചിപ്പിക്കാം? അപ്പോൾ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചിട്ടാണ് അല്ലേ? CaCO3 വിഘടിച്ചെന്നാണ് കാൽസ്യം ഓക്സൈഡും അതുപോലെ CaO ആണ് കാൽസ്യം ഓക്സൈഡിൻ്റെ രാസസൂത്രം. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആയി മാറുന്നു. ഈ രാസപ്രവർത്തനത്തെ എങ്ങനെ സൂചിപ്പിക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. CaO3 എന്താണ്? CaO + CO2 എന്ന് എഴുതലേ നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.